അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് SKIMVB വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന CSWC കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസ് ഇതിൻ്റെ രണ്ട് ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. രണ്ടാളുകളെയും നമുക്ക് പരിചയപ്പെടാം. ഒന്ന് കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂർ. നിലവിൽ അദ്ദേഹം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ, അതുപോലെ തന്നെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷാ മെമ്പർ, SYS സംസ്ഥാന സെക്രട്ടറി, SMFൻ്റെ വർക്കിംഗ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ MEA എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സമദ് സാഹിബ്. ബഹുമാനപ്പെട്ടവരെ സാദരം ഇതിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മെമ്പറും CSWC അതായത് കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസിൻ്റെ അക്കാഡമിക്കൽ ചെയർമാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസർ കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ അഡ്വക്കേറ്റ് NIM അബ്ദുൽ ഖാദർ സാഹിബ്. അദ്ദേഹം ഭാഷാ സാഹിത്യ രംഗത്ത് സേവനം ചെയ്ത മുതിർന്ന രാഷ്ട്രപതി ബഹുമതി കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. രണ്ടാളുകളെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SKIMVB എന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികളിൽപ്പെട്ട ഒന്നായ കൗൺസിൽ ഓഫ് സമസ്ത വുമൻസ് കോളേജ് ഫളീല സംവിധാനത്തെക്കുറിച്ച് വരും തലമുറക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷ്യം. അതിനു മുമ്പായിക്കൊണ്ട് ഈ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, ഈ ബോർഡ് രൂപീകരിക്കാനുണ്ടായ പശ്ചാത്തലം, ചരിത്രപരമായ പശ്ചാത്തലം എന്തായിരുന്നു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമാനകരമായൊരു സംവിധാനമാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. അതിൻ്റെ രൂപീകരണ പശ്ചാത്തലം എന്നിവയെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയും അതിലുപരി അതിൻ്റെ പിതാവായിരുന്നു. ആദ്യകാലം മുതൽ വിദ്യാഭ്യാസ ബോർഡിന് അലകും പിടിയും ഉണ്ടാക്കി അതൊരു യഥാർത്ഥ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ വലിയ എഫേർട്ട് എടുത്ത വ്യക്തിത്വം ബഹുമാന്യനായ KP ഉസ്മാൻ സാഹിബ്. അദ്ദേഹമായിരുന്നു ആദ്യമായി ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ NIM അബ്ദുൽ ഖാദർ സാഹിബ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന് ധാരാളം അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പ്രൊഫൈൽ നിങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് ആമുഖമായി പറയുന്നതായിരിക്കും ഗുണകരം എന്ന് മനസ്സിലാക്കി ഞാൻ അക്കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുമ്പോൾ അത് ലോകത്തിൽ തന്നെ അഭൂതപൂർവമായിട്ടുള്ള ഒരു ദീനി വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. ലോകത്ത് അങ്ങനെ ഒരു മാതൃക അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. വളരെ ദിഷ്ണാശാലിയായിട്ടുള്ള ആളുകൾ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സമ്പ്രദായമാണത്. കേരളത്തിൽ മതപഠനം നേരത്തെ പണ്ട് കാലം മുതൽ തന്നെ നടന്നിരുന്നു. കേരളത്തിൽ ഇസ്ലാം വന്ന കാലഘട്ടം മുതൽ തന്നെ പല രൂപത്തിലും മതപഠനം നടന്നിരുന്നു. പ്രത്യേകിച്ചും പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ ഓത്തുപള്ളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒത്തുപള്ളികൾ എന്ന് പറയുന്ന ഏകാംഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. അവിടെ ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടാവും. ആ ഉസ്താദ് ഇങ്ങനെ കൈഫിയത്തു സലാത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളൊക്കെ ഉള്ള ഒരു പുസ്തകമുണ്ട്. അത് പഠിപ്പിക്കും. അതോടൊപ്പം ഖുർആൻ ഓതാനും പഠിപ്പിക്കും. പഴയ കണക്കുള്ളത് അതിലാണ്. അതെ, കൈഫിയത്തു സലാത്ത് നിസ്കാരക്കണക്ക്. അപ്പോൾ അതിൽ അടി അളക്കുന്ന ഇതുവരെയൊക്കെ അതിലുണ്ട് എല്ലാ സംഗതികളും. നിസ്കാരത്തിൽ ഇപ്പോൾ ഈ ദൂരൻ്റെ സമയമായെന്നൊക്കെ നോക്കാൻ കസറിൻ്റെ സമയമൊക്കെ അടി അളന്നിട്ടൊക്കെ ആണ് പഴയ കാലത്തൊക്കെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെയ്ത്തൊക്കെ ഉണ്ട്, അടിക്കണക്ക് ബെയ്ത്ത്. അതൊക്കെ ഈ കൈഫിയത്തു സലാത്ത് എന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ അത് സമഗ്രമായിരുന്നു അന്നേക്ക്. അപ്പോൾ അതിൽ ദ്വ ഉണ്ടായിരുന്നു, നിസ്കാരത്തിന് ശേഷമുള്ള ദ്വ. അങ്ങനെ കംപ്ലീറ്റ് അത് അന്നേക്ക് ഒരു പൂർണ്ണമായിരുന്നു. ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ സംഗതികളൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചില വിദ്യാഭ്യാസ രീതികളിലൂടെയൊക്കെ തന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്കൂളുകളിൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ മതപഠനം നടത്തിയിരുന്നു. ഓരോ ഇതുപോലെ മുല്ലന്മാരെ നടത്തിയിരുന്നൊക്കെ ഓരോ സ്കൂളുകളിലും ഒക്കെ ആയിട്ടൊക്കെ ആയിരുന്നു. അവർക്ക് സ്കൂളുണ്ടാവും, അതിന് വേറെ പശ്ചാത്തലമുണ്ട്. അങ്ങനെ വിശദമായിട്ട് അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. കാരണം എങ്ങനെയാണ് മുല്ലന്മാരുടെ സ്കൂൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതിൽ ഈ സ്കൂളുകളായി മാറിയത് കൊണ്ട് സ്കൂളുകളിൽ മതപഠനം നിരോധിച്ച ഒരു പശ്ചാത്തലത്തിൽ ഈ മതപഠനത്തിന് കേരളത്തിൽ വലിയ തിരിച്ചടി നേരിടും എന്ന് കണ്ട്
ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ അന്ന് രംഗത്തിറങ്ങുകയായിരുന്നു. അദ്ദേഹം വളരെ ധിഷണാശാലിയായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനും വളരെ ആജ്ഞാശക്തിയുള്ള ഒരു നേതാവും അങ്ങനെയൊക്കെ പല ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹമൊക്കെ ആലോചിച്ചപ്പോൾ ഇതിന് നമ്മൾ പ്രതിവിധി കണ്ടെത്തണം എന്ന് കാണുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ഇങ്ങനൊരു സംസ്ഥകളിലെ ഇസ്ലാം ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ പുതുതായിട്ട് തന്നെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആധുനിക രീതിയിൽ മതപഠന സമ്പ്രദായങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. പ്രാഥമിക പഠനത്തിന് വേണ്ടിയുള്ള വളരെ ചിട്ടയാർന്ന ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തേണ്ടതെന്നൊക്കെയുള്ള നിലക്കുള്ള ചിന്താഗതികൾ ബാഫയ്ക്ക് തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർക്ക് മുമ്പിൽ വെക്കുകയും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് അതിൻ്റെ ചില രൂപങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് അങ്ങനെ സംഘടന രൂപീകരിക്കാൻ വേണ്ടി വാളക്കുളത്ത് വെച്ച് മൗലാന അബ്ദുൽ ബാരി അവരുടെ വസതിയിലൊക്കെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ രൂപീകരണ യോഗം ചേരുന്നത്. അതിൽ വെച്ചിട്ടാണ് ഈ സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് പിറവിയെടുക്കുന്നത്. അതിൽ വലിയ ധിഷണാശാലിയായിട്ടൊരു പണ്ഡിതനായിരുന്നു പറവണ്ണ KPM മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ. അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. എൻ്റെ പിതാവ് ഇവിടെ പറഞ്ഞതുപോലെ KP ഉസ്മാൻ സാഹിബ് അദ്ദേഹം ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ഒരാളായിരുന്നു. വലിയ ഒരു ചാലക ശക്തിയൊക്കെ ഉള്ള ഒരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവണമെന്ന് ബാഫയ്ക്ക് തങ്ങളാണ് അദ്ദേഹത്തെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ബാഫയ്ക്ക് അദ്ദേഹം സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും ബാഫയ്ക്ക് തങ്ങൾ തന്നെ ഖജാൻജിയുമായിട്ടാണ് സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. അത് രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് അവർ നിർണ്ണയിച്ചിരുന്നു. നമ്മൾക്കൊരു മദ്രസ സമ്പ്രദായം വേണം. ഈ മദ്രസ സമ്പ്രദായം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിലവിലുള്ള സ്കൂൾ പഠന സമ്പ്രദായം ഉണ്ടല്ലോ, അതിന് യാതൊരു കോട്ടവും പറ്റാത്ത രീതിയിലായിരിക്കണം. നമ്മളെ സോഷ്യൽ ഫാബ്രിക്കുമായിട്ട് പൂർണ്ണമായിട്ട് യോജിച്ച് പോരുന്ന രൂപത്തിലായിരിക്കണം. നമ്മളെ മതേതരമായിട്ടുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ അതിന് ഒരു ആഘാതമൊന്നും ഏൽപ്പിക്കാത്ത രൂപത്തിൽ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വീക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ മദ്രസ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 2 മണിക്കൂർ ആണ് അവരതിനു വേണ്ടി കണ്ടെത്തിയത്. 2 മണിക്കൂർ സമയം അതിന് വേണ്ടി. 2 മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ അവരപ്പോൾ ഈ വെള്ളിയാഴ്ചകൾ ക്ലാസ്സില്ല, അതുപോലെ റമദാനും ക്ലാസ്സില്ല, പെരുന്നാൾ ദിവസങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് 240 വർക്കിംഗ് ഡേയ്സാണ് കിട്ടുക എന്നവർ കണക്കാക്കിയത്. 240 വർക്കിംഗ് ഡേയ്സിൽ 3 പീരീഡ് വെച്ചിട്ട് 720 പീരീഡുകൾ. ആ 720 പീരീഡുകൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ദീനിയാത്ത്, അമലിയാത്ത്, അഖലാക്ക്, തജ്വീദ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ അവർ കണ്ടെത്തി. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രൂപരേഖകൾ ഉണ്ടാക്കി, അതിൻ്റെ കരിക്കുലം തയ്യാറാക്കി, പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയതിനാണ് വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഒരു പിറവി ഉണ്ടായിട്ടുള്ളത്. തൊട്ടടുത്ത വർഷം മുതൽ തന്നെ മദ്രസകൾ അഫിലിയേറ്റ് ചെയ്യാൻ തുടങ്ങി. മദ്രസകൾക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ബയാനുൽ പിന്നെ വാളക്കുളത്തെ മദ്രസയാണ് നമ്പർ 1 ആയിട്ട് കൊടുത്തത്. രണ്ടാമത്തത് മദ്രസത്തുൽ ബനാത്ത്, പിന്നെ പറവണ്ണ KPM മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബനാത്ത് മദ്രസ. അപ്പോൾ പെണ്ണുങ്ങളെ വിദ്യാഭ്യാസം പോലും അവിടെ അന്ന് അവർ പ്രത്യേകമായിട്ട് ഊന്നൽ നൽകിയിട്ട് അവരതിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ആവിഷ്കരിച്ച് വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ പഴയ ആളുകൾ തന്നെ ഒത്തുപള്ളികളിലൊക്കെ പഠിപ്പിച്ച ആളുകൾ തന്നെ അതിൽ മുഅല്ലിമീങ്ങളൊക്കെ ആയിട്ട് നിശ്ചയിക്കപ്പെടുകയാണ് ആദ്യഘട്ടത്തിലുണ്ടായത്. അപ്പോൾ അവരുടെ കയ്യിൽ ജ്ഞാനസമ്പത്തുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ കുട്ടികളുടെ മനഃശാസ്ത്രം, അതുപോലെ അധ്യാപന രീതി, മദ്രസാഭരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദീനിയാത്ത മര്യാദത്തൊക്കെ ഒരു കൊല്ലം മുഴുവൻ പഠിപ്പിക്കേണ്ടത് 1 മാസം കൊണ്ട് പഠിപ്പിച്ചു തീരുന്ന പ്രയോഗവൽക്കരണത്തിൽ അവർക്ക് എങ്ങനെ അതാണ് അത് കൊടുക്കേണ്ടത്, എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഓരോ ക്ലാസ്സും എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൈഫിയത്തു സലാത്ത് പഠിപ്പിച്ച രൂപത്തിൽ തന്നെയാണ് അവർ ഓരോ ക്ലാസ്സിലേക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇത്തരം ഈ പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളും അവർ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചു വന്നപ്പോൾ അതിൽ കുറേ ശാസ്ത്രികൾ വന്നതുകൊണ്ട് അത് നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അവരവിടെ മുതൽ തന്നെ തുടങ്ങി. അങ്ങനെ ഒരു റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം രൂപീകരിച്ചു. സെൻട്രൽ കൗൺസിലല്ല ആദ്യം ഉണ്ടാകുന്നത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ. ഇവരൊക്കെ തന്നെ ഇപ്പോൾ അസീസ് മാഷ്, അതുപോലെ KP ഉസ്മാൻ സാഹിബ് ഇവരൊക്കെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പല ഭാഗങ്ങളിലും ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ അവരെന്തായി മോഡൽ ക്ലാസ്സുകൾ എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്നു. ഓരോ റേഞ്ച് യോഗത്തിലും ഒരു ഉസ്താദ് പ്രഗത്ഭനായിട്ടുള്ള ഒരു മുഅല്ലിം അദ്ദേഹം ഒരു മോഡൽ ക്ലാസ് അവതരിപ്പിക്കണം. ആ മോഡൽ ക്ലാസ് അപ്പോൾ ഒരു ക്ലാസ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മാതൃക അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അത് അവതരിപ്പിച്ചു. അങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ക്രമേണ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കി. പക്ഷേ പാഠപുസ്തകങ്ങൾ 1-2 കൊല്ലം 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും
ഈ പാഠപുസ്തകങ്ങൾ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനകത്ത് പഠിപ്പിച്ചു തീർക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു മാറ്റം വരുത്തി. എപ്പോഴും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പുതിയ അതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. യാഥാസ്ഥികമായിട്ട് ഞങ്ങൾ പിന്നെ പണ്ടുള്ള തന്നെ പാടുള്ളൂ, ഒരു മാറ്റവും ഞങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടൊന്നും ഒരിക്കലും നമ്മുടെ സംസ്ഥാന ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് സ്വീകരിച്ചിട്ടില്ല. കാലഘട്ടത്തിലുണ്ടായിട്ട് മാറ്റങ്ങൾ ഓരോ സമയത്തും വരും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. പുസ്തകങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തി. പിന്നെ അതിന് ട്രെയിനിങ്ങിന് വേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ സജ്ജീകരിച്ചു. മുഅല്ലിം ട്രെയിനിങ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാക്കി. അത് വെച്ചിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുഅല്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ട്രെയിനിങ് ക്ലാസ്സുകൾ ഉണ്ടാക്കി. സമസ്ത ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലായിട്ട് പിന്നെ രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ കീഴിലും അധ്യാപകർക്ക് അവരുടെ ഈ പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെയുള്ള പല സംഗതികളും അതുപോലെ അവരുടെ അവസരങ്ങൾ പരിഹരിക്കാനുള്ള സംഗതികൾ അതൊക്കെ ആവിഷ്കരിച്ചു. അങ്ങനെ വളരെ ഭദ്രമായിട്ടുള്ള ചുറ്റുപാടിലാണ് ഈ സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് എന്ന ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ഇന്ന് 11,111 മദ്രസകൾ. എൻ്റെ അവസാനം കൊടുത്ത മദ്രസയുടെ നമ്പർ 11,113 ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ വളരെ ബ്രീഫായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു നാൾ വഴി പറയുകയാണെങ്കിൽ നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ രൂപീകരണ പശ്ചാത്തലം വളർച്ചയുടെ പടവുകൾ. 945 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെ 2 വർഷം മുമ്പ് ദീർഘദീർഘായ ഭാവഗീതങ്ങൾ മനസ്സിലാക്കി ഇന്ത്യ സ്വതന്ത്രമായാൽ നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ സ്കൂളുകളിൽ മതപഠനം നടത്താൻ കഴിയില്ല. അന്നങ്ങനെയായിരുന്നു. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാകുമ്പോൾ ഒരു മതം മാത്രം അങ്ങനെ പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഭാവഗീതങ്ങൾ നേരത്തെ കാര്യവട്ടത്തൊരു സമ്മേളനം നടത്തിയിരുന്നു. സമസ്തയുടെ 16ാം സമ്മേളനം 945. ആ സമ്മേളനത്തിൽ വെച്ച് ഭാവഗീതങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി ഈ വിഷയം അവതരിപ്പിച്ചു. ഇന്ത്യ സ്വതന്ത്രമാകാൻ പോകുന്നു, ഇനി മതപഠനം നമ്മൾ സ്വന്തമായി നടത്താൻ സംവിധാനം വേണ്ടി വരും എന്ന ഭാവഗീതങ്ങളുടെ പ്രസംഗം ശരിക്കും ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അത് കഴിഞ്ഞ് 949 സമസ്തയുടെ ചരിത്രത്തിൽ കാണും ഭാവഗീതങ്ങളുടെ നേതൃത്വത്തിൽ അഥവാ അധ്യക്ഷതയിൽ ഒരു മുഷാവറ ചേർത്തിരുന്നു. ആ മുഷാവറ ചേർന്ന് നമുക്ക് ഇബ്തിദാഇ മദ്രസകൾ ആരംഭിക്കണം എന്നൊരു തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി ചില ഓർഗനൈസർമാരൊക്കെ നിയമിക്കുന്നതിന് വേണ്ടി ഭാവഗീതങ്ങൾ തന്നെ മുൻകൈ എടുക്കുകയും അവർക്ക് അദ്ദേഹം തന്നെ ശമ്പളം കൊടുക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അതിലൊരാൾ ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബായിരുന്നു. വല്ലപ്പുഴ ആയമൂസ്ലേർ എന്ന് പറയുന്ന ആളായിരുന്നു രണ്ടാമത്തെ ആൾ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം അന്ന് മുതലേ ആരംഭിച്ചു. അങ്ങനെ 1950 വന്നു. തൊട്ടടുത്ത വർഷങ്ങളാണ് ഇതൊക്കെ. വടകരയിൽ വളാഞ്ചേരിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാസമ്മേളനം വളാഞ്ചേരി 1950. ആ യോഗത്തിൽ ബഹുജനങ്ങൾ സംഘടിച്ചപ്പോൾ ആ യോഗത്തിൽ വെച്ച് ഭാവഗീതങ്ങൾ ഈ വിദ്യാഭ്യാസ ബോർഡ് എന്ന ആശയം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മദ്രസകൾ നടത്തേണ്ടതിൻ്റെ സ്വതന്ത്രമായി മദ്രസകൾ ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ശരിക്കും പ്രസംഗിച്ചു. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് 51 വടകര സമ്മേളനം വരുന്നത്. ആ വടകര സമ്മേളനത്തിൽ വെച്ച് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നതിന് വേണ്ടി ചില ആളുകളെ ചുമതലപ്പെടുത്തുകയും അതിനുവേണ്ടി കൺവീനർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് 951 തന്നെ 950 വടകര സമ്മേളനം 951. ആ 951 തന്നെ സെപ്റ്റംബർ 17 വാളക്കുളത്ത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ ബാരി മുസ്ലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ യോഗം ചേർന്നു. ആ യോഗം ചേർന്ന് വിദ്യാഭ്യാസ ബോർഡ് എന്ന സംവിധാനം രൂപീകരിച്ചു. ആ രൂപീകരിക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റായി വന്നത് ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചുള്ള പറവണ്ണ ഉസ്താദായിരുന്നു. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയായി വന്നത് KP ഉസ്മാൻ സാഹിബായിരുന്നു. ട്രഷററായി വന്നത് ബഹുമാനപ്പെട്ട ഭാവഗീതങ്ങളായിരുന്നു. അവിടെ വെച്ച് തന്നെ അതിനൊരു ഫണ്ട് പിരിച്ചു. അത് വളരെ വലിയൊരു സംഭവമാണ്. കാരണം അവിടെ ഈ യോഗം വീക്ഷിക്കാൻ വന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അന്ന് സാമ്പത്തികമായി പ്രയാസമാണ്. 17 ആളുകൾ ഓരോ രൂപ കൊടുത്തപ്പോൾ 17 രൂപ. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സമ്പന്നനായിരുന്നു. അദ്ദേഹം 25 രൂപ കൊടുത്തു. അന്ന് 951 25 രൂപ എന്ന് പറയുമ്പോൾ അതിന്റെ മൂല്യം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ അളിയൻ ഒരു കോഴിക്കോട് കുഞ്ഞാമുദ്ദൂട്ടിയായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 5 രൂപയും. അങ്ങനെ ഈ 17ഉം 5ഉം 25ഉം കൂട്ടി 47 രൂപയാണ് ഇതിന്റെ ആസ്തി തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ ഭാവഗീതങ്ങൾ കൊയിലാണ്ടിൽ ഒരു വലിയ വാഴ്ന്നു നടത്തി 1500 രൂപ എന്നാണ് ചരിത്ര പുസ്തകത്തിൽ കാണുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ആധികാരികമായി പറയപ്പെട്ടത് 1500 രൂപ അദ്ദേഹം ശേഖരിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് വളർന്ന് ഈ 47 രൂപയിൽ നിന്നും ഈ 1500 രൂപയിൽ നിന്ന് വളർന്ന് ഇന്നിപ്പോൾ നമ്മുടെ ഓഫീസ് ഒരു മാസം ഓടണമെങ്കിൽ അതിന് തന്നെ 50 ലക്ഷത്തിലധികം രൂപ വേണം. അത്ര വലിയൊരു വളർച്ചയിലേക്ക് നമ്മൾ എത്തി. ഇപ്പൊ പറഞ്ഞതുപോലെ 11,111 മദ്രസകൾ നമുക്കായി. ഇതാണ് ഇപ്പൊ ഇതിന്റെ കോടികളുടെ ആസ്തിയും ഇപ്പൊ. അതെ, കോടികളുടെ ആസ്തി ഉണ്ട്. മാത്രമല്ല ഈ ഒന്നുകൂടി നമ്മൾ വിശദമായി പറഞ്ഞാൽ $572 റേഞ്ചുകൾ, 11,75,647 വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ 1,04,328 അധ്യാപകർ. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ അൽബിർ, അസ്മി പോലുള്ള സംവിധാനങ്ങൾ, CSWC ഇതിന്റെ അനുബന്ധ ഘടകങ്ങളായി എല്ലാം. അത് കൃത്യമായി പറഞ്ഞാൽ അൽബിറിന്റെ 452 സ്ഥാപനങ്ങൾ, അസ്മിയുടെ 346 സ്ഥാപനങ്ങൾ,
CSWSയുടെ 73 സ്ഥാപനങ്ങൾ, SNECയുടെ 48 സ്ഥാപനങ്ങൾ, 1 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒക്കെ ഇന്ന് നമ്മുടെ സംവിധാനത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളായി നമ്മൾ മനസ്സിലാക്കാം. അവിടേക്ക് സമസ്ത എത്തി. അത് ബഹുജന പിന്തുണ കൊണ്ടും നമ്മുടെ ആദർശ വിശുദ്ധി കൊണ്ടും നയിച്ച നേതാക്കളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇന്ന് വിദ്യാഭ്യാസ ബോർഡ് ലോകോത്തരമായ സംവിധാനമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമല്ല, ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന സംവിധാനമല്ല, പിന്നെ ലോകത്തോടാണ് സംവദിക്കുന്നത്. ലോകത്തിൽ 36 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ സമസ്തയുടെ ലേണിങ്ങിലൂടെ ഈ സമസ്തയുടെ ഇതേ പാഠ്യപദ്ധതി അനുസരിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റൗണ്ട് ദി ക്ലോക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ലേണിങ്ങിന് കോഴിക്കോടുള്ളത്. അതിലൂടെ ഓരോ നാട്ടിൻ്റെ സമയത്തിനനുസരിച്ച് അവർ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായ രൂപത്തിൽ, വളരെ പ്രശംസനീയമായ രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എടുത്തു പറയപ്പെടേണ്ട സംഗതികളാണ്. ഇപ്പോൾ ലോകത്ത് ആഗോള വ്യാപകമായ ഒരു പ്രസ്ഥാനമായിട്ട് സമസ്ത ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഏകദേശം 111ഓളം ഇൻസ്പെക്ടർമാർ, നമ്മൾ മുഫത്തിഷ്മാരെന്ന് പറയും, അവർ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഖിറാഅത്ത് ശരിപ്പെടുത്തുന്നതിന് വേണ്ടി 4 കാര്യങ്ങൾ, അതുപോലെ തന്നെ 4 ട്യൂട്ടർമാർ, 28 മുജവിദാത്തുകളും 8 മുജവിദുമാരും പ്രവർത്തിക്കുന്നുണ്ട്. വലിയ വിപുലമായ സംവിധാനമായി ഇത് മാറിക്കഴിഞ്ഞു. പക്ഷെ ഒരു ഖേദകരമായ കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇക്കാലം അത്രയുമായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷ എഴുതി 5ാം തരം 41,51,000-ലധികം കുട്ടികൾ പാസ്സായി. അതേസമയത്ത് 7ാം ക്ലാസ് 22,24,000 കുട്ടികളെ പാസ്സായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ പരീക്ഷ തുടങ്ങും 959 5ാം ക്ലാസ് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. 967 7ാം ക്ലാസ് പരീക്ഷ തുടങ്ങിയത്. എങ്കിലും ഇത്ര വലിയ മാറ്റം ഇപ്പോഴും നിലനിൽക്കുന്നത് 5ാം ക്ലാസ്സിന് മുകളിലോട്ട് കുറച്ച് കുട്ടികൾ പഠിക്കുന്നു, 7 മുകളിലോട്ട് വളരെ കുറച്ച് കുട്ടികൾ പഠിക്കുന്നുള്ളൂ. ആ കുട്ടികൾ 12ാം ക്ലാസ് വരെ സിലബസ് ഉണ്ടായിട്ടും ഒരു 10ാം ക്ലാസ് വരെ തന്നെ പൂർണ്ണമായി മുഴുവൻ കുട്ടികളും പഠിക്കുന്നില്ല എന്നത് ഖേദകരമായ ഒരു കാര്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇക്കാര്യം കുട്ടികളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരും സമസ്തയും അതുപോലെ തന്നെ സംഘടനയും ഒക്കെ ശ്രമിക്കുന്നത്. രക്ഷിതാക്കളാണ് ഇക്കാര്യത്തിൽ ബോധവാന്മാരാകേണ്ടത് എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിൽ വേറെ വശം കൂടി ഉണ്ട്. 5ാം ക്ലാസ് പൊതുപരീക്ഷ എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഏറെക്കുറെ നമുക്ക് പഠിക്കേണ്ട സംഗതികളൊക്കെ സമസ്തയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അവരുമെല്ലാം പിന്നെ അവിടെ ഡ്രോപ്പ് ഔട്ട് ആകുന്ന ഒരു രീതിയുണ്ട്. വാസ്തവത്തിൽ ഈ 5ാം ക്ലാസ് പഠിക്കുന്ന കൂടിയിട്ട് പഴയ കാലത്ത് കിട്ടിയിരുന്ന പോലെയുള്ള സംഗതികൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം അധ്യാപനം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത്രയും മണിക്കൂറുകൾ 3 പീരീഡ്, ഈ 2 മണിക്കൂറിൽ 3 പീരീഡൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നടത്തിയിരുന്ന അന്ന് സംവിധാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഈ 5ാം ക്ലാസ് പാസ്സാവുന്നതോടുകൂടി കുട്ടികൾക്ക് വാസ്തവത്തിൽ നമ്മൾ പുതിയ പാഠപുസ്തക പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു നോക്കുമ്പോൾ അവർക്ക് ഒന്നും കിട്ടുന്നില്ല. വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതികൾ പോലും കിട്ടുന്നില്ല. ആയതുകൊണ്ടാണ് നമ്മൾ 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ 6ാം ക്ലാസ്സിലേക്ക് മാറ്റിയത്. ഈ 6 കൊല്ലെങ്കിലും കുട്ടികൾ അവർക്ക് ഇത് കിട്ടുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ പൊതുപരീക്ഷയുടെ രീതികൾ മാറ്റിയല്ലോ. 6, 8, 10, 12 അങ്ങനെയാക്കിയിട്ട് മാറ്റുകയാണ്. ഇപ്പോൾ ഇവിടെ മുതൽ കൊല്ലം മുതൽ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഈ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 10ലും 12ലും മാത്രമേ ഇക്കൊല്ലം പൊതുപരീക്ഷ ഉണ്ടാവുകയുള്ളൂ. തുടർന്നുള്ള വർഷങ്ങളിൽ ഇങ്ങനെയായിരിക്കും. 6, 8, 10, 12 അങ്ങനെയായിരിക്കും. അപ്പോൾ മാറ്റങ്ങൾ ഞാൻ പറയുന്നത് എല്ലാ സമയത്തും മാറ്റങ്ങൾ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ സമ്പ്രദായം മുന്നോട്ട് പോയിട്ട്. അതാണ് കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2025 വരെ Z കാറ്റഗറിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വരുന്ന തലമുറ കാറ്റഗറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കുട്ടികളുടെ അഭിരുചികളും താല്പര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനനുസരിച്ച് SKIMVB എങ്ങനെയാണ് മാറുന്നത്? ഈ മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ പുതുതായിട്ട് പാഠപുസ്തകങ്ങളൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ പാഠപുസ്തകങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാർകോഡ് കൊടുത്തിട്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് നേരിട്ട് ദൃശ്യവൽക്കരിച്ച് കാണും. കാരണം കുട്ടികളെപ്പോഴും അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. ദൃശ്യങ്ങളിൽ അഭിരമിക്കുന്ന വീഡിയോ ഒരു രീതിയിലേക്ക് അതിലാണ് കുട്ടികളുടെ കോൺസെൻട്രേഷൻ. പാഠപുസ്തകം ടെക്സ്റ്റുവലായിട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടുപഠിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുള്ളത് കൊണ്ട് വളരെ അത്യാവശ്യമായിട്ട് അവർ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ തന്നെ അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ QR കോഡ് കൊടുത്തിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്താൽ അവർക്ക് നിസ്കാരം എങ്ങനെയാണ്, ഹജ്ജ് എങ്ങനെയാണ്, നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യം അതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞ രൂപത്തിൽ ആണ് നമ്മൾ പാഠപുസ്തകങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. അതിന് പുറമെ ലേണിംഗ് ആപ്പുകളുണ്ട്. ഇതൊക്കെ നേരിട്ട് അവർക്ക് മനസ്സിലാക്കാം. അതൊക്കെ മുഅല്ലിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് ഉപരിയായിട്ടാണല്ലോ, അതിന് ബദലായിട്ടല്ല. അത് മുഅല്ലിമുകളും പാഠപുസ്തകങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ അതൊക്കെ വളരെ ഫലപ്രദമായിട്ട് അധ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നതോടുകൂടി തന്നെ ആധുനിക കാലഘട്ടത്തോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ
നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിന് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളെ പോലെ തന്നെ നമ്മുടെ മദ്രസകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് മാറി. എല്ലാ മദ്രസയിലും പോയി നോക്കിയാൽ നമുക്ക് TV അതുപോലെ അനുബന്ധ സംവിധാനങ്ങൾ, ചിലപ്പോൾ പ്രൊജക്ടർ അതല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ച് സ്ക്രീൻ തന്നെ കാണിക്കുന്ന രീതിയിൽ കാലങ്ങൾ മാറി. മാറ്റം ശരിക്കും സമസ്ത ഉൾക്കൊണ്ടു, വിദ്യാഭ്യാസ ബോർഡ് ഉൾക്കൊണ്ടു, കുട്ടികൾ ഉൾക്കൊണ്ടു. രക്ഷിതാക്കളാണ് മാറേണ്ടത്. എൻ്റെ കുട്ടിയെ ഒരു 12ാം ക്ലാസ് വരെ അല്ലെങ്കിൽ മിനിമം 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അതാണ് ആവശ്യം. നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നേതാക്കന്മാർ ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ SKIMVBയുടെ മെമ്പർമാർ എന്നുള്ള നിലക്ക് അതതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യപൂർത്തീകരണം നമ്മളെ നേതാക്കന്മാർ കണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് സംവിധാനം എത്തിയിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ പറ്റുമോ? അൽഹംദുലില്ലാ, നമ്മുടെ ഇന്ന് കേരളത്തിൽ പിറന്നു വീഴുന്ന ഏതൊരു മുസ്ലിം കുട്ടിക്കും ഇങ്ങനൊരു മതപഠന സംവിധാനത്തിലൂടെ കടന്നു പോയേ ഒക്കൂ എന്നുള്ള ഒരു നില അങ്ങനെ കൈവരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും സമസ്തരായിട്ടുള്ള മദ്രസകളുണ്ട്. അപ്പോൾ പിറന്നു വീഴുന്ന ഏതൊരു കുട്ടിക്കും അത് ലഭ്യമാക്കുന്ന രൂപത്തിലുള്ള അത്രയും സാർവത്രികമായിട്ട് സംവിധാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേരളത്തിന് പുറത്ത് ഇതൊന്നും ലഭ്യമല്ല സ്ഥലത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ലേണിങ്ങും കൂടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലക്ഷ്യം ഏറെക്കുറെയൊക്കെ സാക്ഷാത്കൃതമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പിന്നെ ഈ മാറ്റങ്ങളാണ് ഒരു സമയത്ത് ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്ന് വെച്ചാൽ സമയം കുറഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണ്. പഴയ കാലത്ത് കിട്ടിയിരുന്ന പോലെ തന്നെ അത്രയും സമയങ്ങൾ ഇപ്പോൾ ക്ലാസ്സുകളിൽ കിട്ടുന്നില്ല, മദ്രസകളിൽ കിട്ടുന്നില്ല. കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകാനും ട്യൂഷനും അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ കാരണം ഒരു വേഗം തന്നെ സ്കൂള് വിട്ട് പോകുന്നു, മദ്രസ വിട്ട് പോകുന്നത് കൊണ്ട് അധ്യയന സമയം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്രമീകരണങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുവരുന്നു അല്ലേ? ഭാവിയിൽ ഇനിയും ഒരു 10 വർഷത്തിനുള്ള പദ്ധതികൾ സ്വാഭാവികമായിട്ടും ഇത്ര വലിയൊരു സംവിധാനമാകുമ്പം തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. ഭാവിയിൽ വരുന്ന ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഏത് രൂപത്തിലായിരിക്കണം വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? ഇതിൽ നമ്മുടെ പൂർവികരായ ആളുകൾ വലിയ ദീർഘദൃഷ്ടിയുള്ള ആളുകളാണ്. അതിലൊരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ നമ്മളാണ് 1951 വിദ്യാഭ്യാസ ബോർഡ് ആരംഭിക്കുന്നത്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസം KNM വിദ്യാഭ്യാസ ബോർഡ് ആരംഭിക്കുന്നത് 1956 നമ്മൾ തുടങ്ങി 5 വർഷം കഴിഞ്ഞിട്ട്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് മറ്റൊന്ന്. അത് 1941 ആ സംഭവം തന്നെ, ആ പ്രസ്ഥാനം തന്നെ ഉടലെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എത്രയോ മുമ്പ് നമ്മൾ ആളുകൾ തുടങ്ങി എന്നുള്ളതൊരു മെറിറ്റാണ്. ആ ഒരു ദീർഘദൃഷ്ടിയോട് കൂടി അവർ കാഴ്ചവെച്ച ആ സംവിധാനം അതേ രീതിയിൽ ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഇന്നത്തെ നമ്മുടെ നേതാക്കൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അൽബിർ തുടങ്ങി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഭാഗമാണ് അൽബിർ. ഇപ്പോൾ CSWC വന്നു. ഇനി നമ്മുടെ കുട്ടികൾക്ക് എന്താണോ അടുത്ത 10ഓ അതിനപ്പുറത്തോ ആവശ്യമുള്ളത്, ഇപ്പോൾ വേൾഡിലുള്ള മദ്രസകൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വേൾഡിലുള്ള കുട്ടികൾ പഠിക്കുന്നത് നമ്മുടെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് അവരുടെ മദ്രസ. അതുപോലെ അവർക്കൊരു മദ്രസയില്ല. ഏറ്റവും വലിയ അത്ഭുതം, അറബ് നാടുകൾ, ഇപ്പോൾ UAE പോലും നമ്മുടെ ഹാദിയുടെ കീഴിൽ നടത്തുന്ന മദ്രസകളുണ്ട്. റീഡ് ഇംഗ്ലീഷ് സ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര്. അത് സമസ്തയുടെ സംവിധാനം അനുസരിച്ച്, സമസ്തയുടെ സിലബസ് അനുസരിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ശരിക്ക് ഈ രീതിയിൽ സമസ്തയുടെ കുട്ടികൾ തന്നെ, സമസ്തയുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന കൂട്ടായ്മ, ഇപ്പോൾ ഹാദിയ എന്ന് പറയുന്ന കൂട്ടായ്മ പ്രത്യേക മദ്രസകൾ ഉണ്ടാക്കി, മക്തബുകൾ ഉണ്ടാക്കി അത് സംസ്ഥയെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അപ്പോൾ ഇന്ത്യയുടെ ആവശ്യമാണ്, ലോകത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ചലനത്തിനൊത്തുകൊണ്ട് നമ്മുടെ ഭാവിയിൽ എന്താണോ വേണ്ടത് അതിലേക്ക് പടിപടിയായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആർക്കും ഇത് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പം നമ്മുടെ പുതിയുഗ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഈ പ്രാഥമിക മതപഠന രംഗത്ത് മാത്രം സമസ്ത ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പുതിയ പുതിയ മേഖലകളിലേക്ക് അതിങ്ങനെ വ്യാപിച്ചു വരികയാണ്. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസും, അതുപോലെ തന്നെ SNEC, ASMI, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. ഈ പുതിയുഗ പദ്ധതികളായിട്ട് 6 പദ്ധതികളുണ്ട്. ഈ 21ാം നൂറ്റാണ്ടിൽ പിറവിയെടുത്തിട്ടുള്ള 6 പദ്ധതികൾ. ഇതൊക്കെ എന്താ പറയുക, വലിയ ഭാവിയുള്ളതാണ്. ഭാവി അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് പരിവർത്തനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പദ്ധതികളാണ്. അപ്പോൾ ഈ 10 വർഷത്തിന് ശേഷം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പടിപടിയായിട്ട് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ പദ്ധതിയുടെ കീഴിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു പദ്ധതിയാണ് CSWC, കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസ്. ഇതിൻ്റെ ഒരു രൂപീകരണം, ഇങ്ങനെ ഒരു 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫാദില സംവിധാനം കൊണ്ടുവരാനുണ്ടായ ചരിത്രപരമായ ഒരു പശ്ചാത്തലം കാണുമല്ലോ. എന്താണ് അങ്ങനെ ഒരു ഫാദില സംവിധാനം കൊണ്ടുവരാനുണ്ടായ ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലം? 2019 ഈ സംവിധാനം ആരംഭിക്കുന്നത്.
ഒരു വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാന്യനായ ഈ CSWCയുടെ കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട MT ഉസ്താദ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സദസ്സിനെ അറിയിച്ചു. അതായത് നമുക്കൊരുപാട് വനിതാ വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. അവിടെ കുട്ടികൾ ധാരാളമായി അപേക്ഷിക്കുന്നുണ്ട്, അവർക്ക് പ്രവേശന പരീക്ഷ നടത്തിയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്, കുറേ കുട്ടികൾ പുറത്താവുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ചില സംവിധാനങ്ങളിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ വിവാഹ സംബന്ധമായ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അക്കാര്യം അദ്ദേഹം അവതരിപ്പിച്ചു. അവിടെ നമുക്ക് സമസ്തയുടെ നേരിട്ടുള്ള കീഴിൽ തന്നെ ഒരു സംവിധാനം ആരംഭിക്കണം. അത് ജനകീയമായിരിക്കണം. എത്ര കുട്ടികൾ വന്നാലും അവരെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരണം. SLC കഴിഞ്ഞ കുട്ടികൾക്ക് +2 അടക്കമുള്ള 2 വർഷത്തെ പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സും അതുപോലെ തന്നെ 3 വർഷം ഡിഗ്രി അടക്കം അവർക്ക് മതപഠനം കൊടുക്കുന്ന ഒരു കോഴ്സും അന്നതിന് പേരൊന്നും ഇട്ടിരുന്നില്ല. അങ്ങനത്തെ ഒരു കോഴ്സ് ആരംഭിക്കണമെന്ന് അദ്ദേഹം പറയുകയും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നെയാണ് അതിന്റെ റിപ്പോർട്ട് എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ അതിന്റെ ഒരു പ്രായോഗിക റിപ്പോർട്ട്, പേരൊന്നും നമ്മൾ കണ്ടെത്തിയതല്ല, ഞാനത് ഇങ്ങനെയൊക്കെ ആവാം എന്ന രീതിയിൽ ഒരു ബൃഹത്തായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത യോഗത്തിൽ അവതരിപ്പിച്ചു. അത് അംഗീകരിക്കുകയും അത് പിന്നീട് ഒരു സമിതി ചേർന്ന് അതിൽ പരിഷ്കരണം വരുത്തുകയും അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കുകയും MT ഉസ്താദ് അതിന്റെ അധ്യക്ഷനാവുകയും എന്തോ ഞാനത് അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ആള് എന്ന രീതിയിൽ അത് അവതരിപ്പിച്ചു എന്ന കാരണത്താൽ നമ്മുടെ സാധാരണ നമ്മുടെ യോഗത്തിലുള്ള ഒരു പ്രത്യേക രീതി, ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അയാളെ പിന്നീട് തലപ്പത്താക്കുക എന്നുള്ളതാണ്. എന്ന രീതിയിൽ എന്നെ അതിന്റെ കൺവീനറാക്കി. അതോടൊപ്പം തന്നെ അതിന്റെ അക്കാദമിക് ചെയർമാൻ എന്ന രീതിയിൽ NAM വന്നതോടുകൂടി അദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നല്ല പരിണതപ്രജ്ഞനായ ഒരു വ്യക്തിയായതുകൊണ്ട് കുറെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് ലക്ഷദ്വീപിലൊക്കെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അദ്ദേഹത്തെയാണ് യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചത്. അപ്പൊ ആ തരത്തിലുള്ള പരിചയം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടും ഈ രംഗത്ത് ഒരുപാട് പ്രവർത്തിച്ചതുകൊണ്ടും അദ്ദേഹം അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് വന്നപ്പോൾ നമുക്ക് അലകും പിടിയും ഒക്കെ വന്നാക്കാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അതിനുവേണ്ടി മുഷാവറ അംഗങ്ങൾ അടക്കമുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകരടക്കമുള്ള ഒരു സമിതി രൂപീകരിച്ചു. ആ സമിതിക്ക് കീഴിൽ നമ്മൾ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അപ്പൊ MT ഉസ്താദാണ് ഇതിന് ഇനിഷ്യേറ്റീവ് ആദ്യം തന്നെ തുടക്കം കുറിച്ചത്. ബാക്കി വിദ്യാഭ്യാസ ബോർഡിന്റെ അനുമതിയോടുകൂടി ഇതൊരു അനിവാര്യതയാണ് എന്ന് സദസ്സിലുള്ള എല്ലാവരും അംഗീകരിച്ചു. ഇന്ന് എല്ലാവരും അത് ഏറ്റെടുത്തതിന്റെ തെളിവാണ് 73ഓളം സ്ഥാപനങ്ങൾ ഇന്ന് നമുക്ക് ഭംഗിയായി നടത്തപ്പെടാൻ കഴിയുന്നുണ്ട്. അതിൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളുമുണ്ട്, കുട്ടികളുടെ ഡേ സ്കോളേഴ്സായി വന്നു പോകുന്ന സ്ഥാപനങ്ങളും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സമസ്ത ഇതിനു മുമ്പ് ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് സെലക്ഷൻ നടക്കുന്നത്. അതിനു മുമ്പ് എന്ന് പറയുമ്പോൾ വനിതാ വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഇല്ല, സമസ്തയുടെ കീഴിൽ അങ്ങനെ സംവിധാനം ഇല്ല. അതിന് ശേഷം വന്നതാട്ടെ SNEC പോലെയുള്ള സംവിധാനങ്ങൾ. അത് അതിലൊക്കെ ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടാണ് കുട്ടികളെ സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ ആ സംവിധാനത്തിൽ ഇന്റർവ്യൂ ബേസ് ചെയ്യാതെ മുഴുവൻ കുട്ടികൾക്കും സെലക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് സ്വീകരിച്ചു പോരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ആ രീതി സ്വീകരിക്കാനുണ്ടായ കാരണം? അത് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞ ഇതേ അഭിപ്രായം ഞങ്ങളൊക്കെ പലപ്പോഴും യോഗത്തിൽ മുന്നോട്ട് വെച്ചപ്പോഴും MT ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ വരുന്ന കുട്ടികളെ മുഴുവൻ ഇതിലേക്ക് ആകർഷിച്ച് ആ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നൽകുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കുട്ടികൾ വരട്ടെ, സംവിധാനം വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പരീക്ഷ ഏർപ്പെടുത്താം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ശരിയുമാണ്. കാരണം അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാരൻ്റെ കുട്ടിക്കും ഇതിൽ വന്ന് പഠിക്കാൻ കഴിയുന്നു. ഇതിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ പഠനം നിർത്തുന്നൊരു കുട്ടി ഈ കോഴ്സിൽ വന്ന് ചേരുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടുന്നു എന്നതാണ് പ്രധാനം. അവിടെ ആ കുട്ടിയെ നമ്മൾ പരീക്ഷ നടത്തി കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു പൊതുവെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, ഏതൊരു രക്ഷിതാവും ഇന്ന് അയാളുടെ കുട്ടിയെ എന്തായാലും SLC കഴിഞ്ഞാൽ വീട്ടിലിരുത്തില്ല. കാരണം 18 വയസ്സായതിനു ശേഷം മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ ഇന്ത്യൻ നിയമം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ 2 വർഷം എന്തായാലും ആ കുട്ടിയെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വിധേയമാക്കും. എന്ന് പറഞ്ഞാൽ ആ കുട്ടി +2 പഠിക്കും. ഈ +2 പഠിക്കാൻ പറഞ്ഞയക്കുന്ന രക്ഷിതാവിന് ആ കുട്ടിക്ക് ആ +2 പഠിക്കുന്നതോടൊപ്പം കുറച്ച് മതബോധവും കൂടി നൽകുക എന്ന സതുദ്ദേശം മുൻനിർത്തി കുട്ടികൾക്കൊരു മതബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഭൗതിക വിദ്യാലയത്തിലേക്ക് പോകുന്ന കുട്ടികളെ ധാർമ്മികമായ പശ്ചാത്തലത്തിൽ അതും ധാർമ്മികതയും കൂടി പഠിപ്പിക്കുക. അതിന് ഇപ്പൊ തൽക്കാലം ഈ കുട്ടികൾ കൂടുതൽ വന്ന് ഈ സംവിധാനം വളർച്ച പ്രാപിച്ച് ഇത് ഒരു ക്രെഡിബിലിറ്റിയുള്ള ഒരു സംവിധാനമായി മാറുന്നത് വരെ പരീക്ഷ വേണ്ട എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അത് അംഗീകരിച്ചു. അതാണ് അല്ല, ഇതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾ +2 പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ സൗകര്യം വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് വളരെ പരിമിതമായിരുന്നു. സ്കൂളുകളിലൊക്കെ സീറ്റുകൾ വളരെ കുറവായിരുന്നു. സീറ്റ് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഈ കുട്ടികളൊക്കെ എവിടെ പോകുന്നു വെച്ചാൽ ട്യൂട്ടോറിയൽ കോളേജുകളിൽ, പാരലൽ കോളേജുകളിൽ പോകുന്നു.
ഈ പാരൽ കോളേജുകളിൽ പോയിട്ട് കുട്ടികൾ രണ്ട് നിലക്കും നശിക്കുന്ന ഒരു സംവിധാനം, അതാണ് നമ്മൾ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നത്. രക്ഷിതാക്കൾ വല്ലാതെ ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുള്ള സംഗതി അതാണ്. അപ്പോൾ അതാണ് MT സ്റ്റാലിനും വല്ലാതെ ആലോചനപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു അത്താണി വേണം. ഈ കുട്ടികൾക്ക് ഭൗതികമായിട്ട് പഠിക്കണം, അതോടൊപ്പം തന്നെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കുകയും വേണം. അങ്ങനെയുള്ള സംവിധാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിലേക്ക് ആരൊക്കെ കടന്നു വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യണം. മൂപ്പര് പറഞ്ഞത് തന്നെ, നമ്മൾ ദീൻ തേടി വരുന്ന ആളുകളെ നമ്മൾ തിരിച്ചുവിടാൻ പാടില്ല, തിരിച്ചയക്കാൻ പാടില്ല, ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ചയക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള കുട്ടിക്ക് പോലും ആ കുട്ടിക്ക് പോലും പഠിച്ചു വരാൻ വേണ്ടി കഴിയണം, ആ കുട്ടിക്കും ദീനി അവബോധം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. അപ്പോൾ അത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. കുട്ടിയെ മികച്ച കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല ഇപ്പോൾ നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. ഏതൊരു കുട്ടിക്കും പ്രാപ്യമായിട്ടുള്ള രൂപത്തിൽ അവർക്ക് രണ്ട് തരത്തിലുള്ള പഠനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മദ്രസ സംവിധാനത്തിൽ +2 പഠനം വരെ ഉണ്ടായിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു SSLC കഴിഞ്ഞിട്ട് പെൺകുട്ടികൾക്കൊരു പഠനം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനുണ്ടായത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ കുട്ടികൾ, നിങ്ങൾ മദ്രസയുടെ കണക്ക് നോക്കിയാൽ മദ്രസകളിലെ 7ാം ക്ലാസ്സുള്ള മദ്രസ, അതുപോലെ 10ാം ക്ലാസ്സുള്ള മദ്രസ, 12ാം ക്ലാസ്സുള്ള മദ്രസ, ഈ 12ാം ക്ലാസ്സുള്ള മദ്രസകളുടെ കണക്കെടുത്താൽ സമസ്തയുടെ മദ്രസകളിൽ ചെറിയൊരു ശതമാനം മാത്രമേ 12ാം ക്ലാസ്സുള്ള മദ്രസകളുള്ളൂ. രക്ഷിതാക്കൾ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടോ കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടോ ആണ് അങ്ങനെ സംഭവിക്കുന്നത്. മറിച്ച് മദ്രസകളിൽ 12ാം ക്ലാസ് ഉണ്ടാക്കാൻ മാനേജ്മെന്റ് തയ്യാറാണ്, പഠിപ്പിക്കാൻ അധ്യാപകർ തയ്യാറാണ്, സിലബസ് സമസ്തക്കുണ്ട്, ശമ്പളം കൊടുക്കാൻ കമ്മിറ്റി തയ്യാറാണെങ്കിലും 5 കുട്ടി 2 കുട്ടിയൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ്സിന് ശേഷം പഠിക്കുന്നില്ല, മതപഠന രംഗത്ത് വരുന്നില്ല. അതേ സമയത്ത് എന്തായാലും ആ കുട്ടി +2 പഠിക്കാൻ താല്പര്യപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ടെങ്കിലും ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ താല്പര്യപ്പെടുന്ന കുട്ടികൾ ധാരാളമുണ്ട്. നേരെ മറിച്ച് മദ്രസയിലെ 12ാം ക്ലാസ്സിൽ പഠിക്കാൻ കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ ഭൗതിക പഠനം അവർ താല്പര്യപ്പെടുന്നത് കൊണ്ട് ആ ഭൗതിക പഠനം അവർ പഠിക്കുന്ന അതേ സമയം ഉപയോഗപ്പെടുത്തി ഇങ്ങനൊരു സംവിധാനം വന്നാൽ നമുക്ക് നല്ലവണ്ണം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന കാഴ്ചപ്പാടിലാണ് ഇത് ആരംഭിക്കാൻ കാരണം. 2019 ആരംഭം സ്റ്റാർട്ടിങ്. ഈ 2019 ശേഷം ഇപ്പോൾ ഏകദേശം 7 വർഷത്തോളമായി. അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ വിജയം എത്രമാത്രമാണ് ഈ ഫാദില സംവിധാനത്തിന്? ഇത് ആരംഭിച്ചതിന് ശേഷം ഇന്ന് നമുക്ക് 4 സ്കീമുകളുണ്ട്. ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഫാദില എന്ന് പറയുമ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, സ്വതന്ത്രമായി ആ കുട്ടിക്ക് പോകാം. തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഫദീല 5 വർഷം. ആ 3 കൂടുമ്പോൾ അപ്പോൾ 2+3 സാധാരണ യൂണിവേഴ്സിറ്റി ഡിഗ്രി പോലെ തന്നെ ഫദീല 3 വർഷം പഠിച്ചാൽ ആ കുട്ടിക്ക് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു ബിരുദം കിട്ടും. അതോടൊപ്പം നല്ല മതപഠനം കിട്ടും. അത്യാവശ്യം ഒരു ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റിയ, സ്വന്തം ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയ രീതിയിൽ ഫിഖ്, അഖീദ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ, താരീഖ്, പിന്നെ കുറേ മറ്റു വിഷയങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പിന്നെ നമുക്കുള്ള സ്കീമാണ് ഫദീല ശരിയ. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് മതപഠനം മാത്രം മതി, യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണ്ട. അത്തരം കുട്ടികൾക്ക് ഫദീല ശരിയ സംവിധാനം നമ്മളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഫദീല PG ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. PGക്കും അത് സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇത്ര വർഷങ്ങളായപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 സ്കീമിൽ നിന്ന് 4 സ്കീമിലേക്ക് എത്തി. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് അടക്കമുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹോം സയൻസിൻ്റെ ഭാഗമായ കുറേ പഠനങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, പ്രാഥമിക ചികിത്സയെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കുട്ടി ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രീമരിറ്റൽ കോഴ്സ്. ഇതൊക്കെ നമ്മൾ ഇതിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പുരോഗതിയിലേക്കാണ് നമ്മുടെ പോക്ക്. അതിൻ്റെ കാരണം തന്നെ ഈ സംവിധാനത്തിന്റെ മികച്ച ഇംപ്ലിമെന്റേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സ്ഥാപനങ്ങൾ കൂടി വരുന്നത്. കർണാടകയിലും അടക്കം നമുക്ക് സ്ഥാപനങ്ങളായി. പുറകോട്ടല്ലേ പോകുന്നത്, മുന്നോട്ടാണ് സംവിധാനം പോകുന്നത്. നമ്മൾ പറഞ്ഞു അങ്ങനെ പെൺകുട്ടികൾക്കാണ് അല്ലേ ഈ സംവിധാനം നടക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ നേരിടാം. എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, അതായത് ഈ സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പെൺകുട്ടികളാണ് 10ാം ക്ലാസ് വരെ പഠിച്ച് സ്കൂളിൽ, സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ സാധാരണ പോലെ പഠിച്ച പെൺകുട്ടികളാണ് പിന്നെ പെട്ടെന്നൊരു ഇസ്ലാമിക അന്തരീക്ഷത്തിലേക്ക് മാറുന്നത്. എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ പെൺകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വരുന്നുണ്ടോ? അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കുട്ടികളൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന അന്തരീക്ഷവും കോളേജിൽ പോയി പഠിക്കുന്ന അന്തരീക്ഷവും രണ്ടാണ്. സ്കൂളിൽ മിക്കവാറും അധ്യാപക ശിക്ഷണത്തിൽ ഒരു പരിധി വരെ കുട്ടികൾ കിട്ടും. ആ കുട്ടികൾക്കൊരു ധാർമ്മിക ബോധവും അതുപോലെ തന്നെ അധ്യാപകരെ ഒരു ബഹുമാന്യത കൽപ്പിക്കുന്ന അവസ്ഥയും രക്ഷിതാക്കളുടെ ഒരു കാഴ്ചപ്പാടും ഒക്കെ വെച്ചിട്ട് കോളേജിലേക്ക് പോകുമ്പോൾ തുറന്നു വിട്ട പോലെയാണ്. അപ്പോൾ ഈ കുട്ടികൾ 10ാം ക്ലാസ്സേ പോയിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഒരു +2 പോലും പോകാതെ നേരെ വരുന്നത് ഇത് രണ്ടും ഒരുമിച്ചുള്ളൊരു സ്ഥാപനത്തിലേക്കാണ്.
അതുകൊണ്ട് തന്നെ ധാർമ്മികമായ പ്രശ്നങ്ങളൊന്നും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ കുട്ടികളെ കൊണ്ടുണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. കുട്ടികളൊക്കെ വളരെ അച്ചടക്കത്തോടു കൂടിയും നല്ല അന്തസ്സോടു കൂടിയും പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ രംഗത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, പല സ്ഥാപന ഭാരവാഹികളും ഇത് ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മുടെ കൗൺസിലിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും സമയാസമയത്ത് നടപ്പാക്കുന്നതിൽ അപൂർവം ചില സ്ഥാപനങ്ങൾ ചില താല്പര്യക്കുറവ് കാണിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചോളം പലരും ഇത് കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാക്കി മാത്രം കാണുകയും അതുകൊണ്ട് തന്നെ നമ്മൾ സമസ്തയുടെ ആദർശവും അതുപോലെ തന്നെ സമസ്തയുടെ നിർദ്ദേശവും പൂർണ്ണമായി പാലിക്കാനും സമയാസമയത്ത് ചെയ്യേണ്ട സമയങ്ങൾ ചെയ്യാനും കൃത്യത പാലിക്കാത്ത ചില സ്ഥാപനം അപൂർവം, വളരെ കുറവാണ് അങ്ങനത്തെ ചില സ്ഥാപനങ്ങളുണ്ട്. അതല്ലാതെ മറ്റു പ്രതിസന്ധികളൊന്നും നമ്മളെ സംബന്ധിച്ചോളം അനുഭവപ്പെട്ടിട്ടില്ല. കറക്റ്റായിട്ട് വിദ്യാഭ്യാസ ബോർഡ് പരീക്ഷ നടത്തുമ്പോൾ നമ്മൾ പരീക്ഷ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ല, തുടക്കത്തിൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുമ്പോൾ കുറച്ച് താമസം നേരിട്ടു, കാരണം കുറ്റമറ്റ രീതിയിലാവണമെന്ന കാര്യമുണ്ട്. അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ ഭംഗിയായി സംഭവം നടക്കുന്നുണ്ട്. സ്ഥാപന ഭാരവാഹികളും അധ്യാപകരും നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് അനുഭവം നമ്മളെ തെളിയിച്ചിട്ടുള്ളത്. ഇനി അക്കാദമിക് എന്തെങ്കിലും വിഷയം കൂടി അദ്ദേഹം പറയും. നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വർണ്ണശബളമായ ഒരു ലോകം അപ്പുറത്തുണ്ട്. ആ ലോകം അവരെ മാടി പിടിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സ്വതന്ത്രരായിട്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അതിനൊക്കെ റെസിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രംഗത്തെ കുട്ടികളെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന ചില്ലറ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് തുടക്കത്തിൽ ഉണ്ടാവുള്ളൂ. ആ കുട്ടികൾ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അവർക്ക് നമ്മൾ അതിന് നല്ല ഉത്ബോധനങ്ങൾ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഉത്ബോധനങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ പോകുന്നത് നമ്മുടെ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന മെച്ചങ്ങളും, കാരണം അവർക്ക് അക്കാദമിക്കായിട്ട് വലിയ മികവ് ഇതിലൂടെ ആർജിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സാധാരണ കോളേജിൽ +2 സംവിധാനത്തിലൊക്കെ പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള പിന്നെ അവർക്ക് അക്കാദമികതരമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ സമരങ്ങൾ, പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ ആയിട്ട് ധാരാളം സമയങ്ങൾ അങ്ങനെ അതിലേക്ക് അങ്ങനെ അവരകന്നു പോകുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള സംഗതികളൊന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടും അക്കാദമിക അന്തരീക്ഷത്തിൽ പഠിച്ച് ഉയരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിലൂടെ സാധിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ആ ഗൗരവം അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുമ്പോൾ അധ്യാപകരുടെ സമീപനത്തിലൂടെയും രക്ഷിതാക്കളുടെ ഉപദേശങ്ങളിലൂടെ ഒക്കെ ആ ഒരു ഗൗരവം കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുമ്പോൾ കുട്ടികൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ അന്തരീക്ഷമായിട്ട് ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ധാരാളം സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ നമ്മളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് കുട്ടികളെ നല്ല ദിശാബോധം നൽകുന്നുണ്ട്. അവർ ഫലീലയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ഈ ഫലീല ഡിഗ്രിക്ക് പുറമെ തന്നെ ഒരുപാട് സാധ്യതകൾ അവരുടെ മുമ്പിൽ നമുക്ക് തുറന്നു വെക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ കുടുസായിട്ടുള്ള ഒരു വിദ്യാസമ്പ്രദായം അല്ലത്. അവരുടെ മുമ്പിലും നമ്മുടെ പരിമിതമായിട്ടുള്ള ഈ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഭാവി അവരുടെ മുമ്പിൽ തുറന്നു വെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ രക്ഷിതാക്കൾക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 2 വർഷം ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയെ ഒരു +2 ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചു. ആ കുട്ടി അതേ 2 വർഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫാദില കോളേജിൽ പഠിച്ചൊരു കുട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് 2 കൂട്ടർക്കും +2 ഉണ്ട്. പക്ഷേ ഒരു കുട്ടിക്ക് +2 മാത്രമേ ഉള്ളൂ. മറ്റേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ 5-6 മതവിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടാണ് വരുന്നത്. ഈ 2 കുട്ടികളും ഒരു ഫംഗ്ഷനിൽ, കല്യാണത്തിലോ അല്ലെങ്കിൽ മരണ വീട്ടിലോ കൂടുന്ന സമയത്ത് പ്രകടമായ വ്യത്യാസം 2 പേരിലും കാണും. ഒരു കുട്ടിക്ക് ശരിക്കും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അറിയും, വേണമെങ്കിൽ ഒരു ഇമാമത്തെന്ന് മയ്യത്ത് സ്കരിക്കാൻ അറിയും, ഒരു തറാവീഹിന് ഇമാമത്തോട് നിൽക്കാൻ കഴിയും. മറ്റേ കുട്ടിക്ക് +2 മാത്രമേ ഉള്ളൂ. 2 പേരും 2 കൊല്ലമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഈ ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷം പഠിച്ച കുട്ടിയാണെങ്കിൽ അവൾക്ക് ശരിക്കും ഒരു ദർസ് നടത്തും പോലെ പെൺകുട്ടികൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാൻ കഴിയും. നേരെ മറിച്ച് 3 വർഷം ഡിഗ്രി നേടിയൊരു കുട്ടി അത് ചെയ്യില്ല. കാരണം അവള് ഒരു ബികോമോ അല്ലെങ്കിൽ BSc അതുപോലെ ഏതെങ്കിലും ഒരു പിന്നെ ഗ്രാജുവേഷൻ നേടിയ കുട്ടിയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തത് അതേ കാലയളവിൽ ഈ കുട്ടിക്ക് കഴിയുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികൾ മറ്റേ കുത്തഴിഞ്ഞു പോയിട്ടില്ല. ഡിഗ്രി കോളേജിൽ നിന്നല്ല അങ്ങോട്ട് കൊണ്ടുവരുന്നത്, SLC ക്ലാസ്സിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാതൊരു ചിറകുത്തി പറക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ മോഹം ഉണ്ടാവും. അതേ പറഞ്ഞ പോലെ അവർക്ക് അങ്ങനെ ഒരു സ്വതന്ത്ര ലോകത്ത് വിരാജിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. പക്ഷെ ആ താല്പര്യങ്ങളൊക്കെ അടക്കി പിടിച്ച് കുറച്ച് ദിവസം ഇതിനോട് താരതമ്യപ്പെടുമ്പോൾ ഒരു ക്വാളിറ്റി ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ആ കുട്ടികൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നുണ്ട്. എൻ്റെ കൂടെ +2 പഠിച്ച കുട്ടിക്ക് ഇല്ലാത്തത് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഈ കുട്ടി കണ്ടാൽ അതൊരു മാറ്റം തന്നെയല്ലേ? അതാണ് ഇപ്പോൾ SLC പാസ്സായ പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ആവിഷ്കരിച്ചിട്ടുള്ളത്.
സ്വാഭാവികമായിട്ടും ഡേ കോളേജ് രാവിലെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക പെൺകുട്ടികൾക്ക് സൗകര്യമാണ്. എന്തുകൊണ്ട് SSLC പാസ്സായ ആൺകുട്ടികൾക്ക് ഇങ്ങനൊരു ഡേ കോളേജ് സിസ്റ്റം നിലവിൽ വരുന്നില്ല? അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കൂടി അത് ആവശ്യമല്ലേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ? അതിൻ്റെ ഒരു കാരണം ആ രംഗത്ത് നമുക്കൊരു ദാരിദ്ര്യമില്ല എന്നുള്ളതാണ്. കാരണം പെൺകുട്ടികൾക്ക് ഇത്തരം കോഴ്സുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യവസ്ഥാപിതമായി വളരെ കുറവാണ്. സമസ്തയ്ക്ക് കീഴിൽ നേരിട്ട് തീരില്ല. അത് പതില മാത്രമേ ഉള്ളൂ. മറ്റു ചില സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചില പ്രത്യേക ബോഡികൾ സംവിധാനിച്ചുകൊണ്ടും ഉണ്ടാക്കുന്ന പെൺകുട്ടികളുടെ കോഴ്സാണ്. നേരെ മറിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ നല്ല ദർസുകളുണ്ട്. സമസ്ത തന്നെ നേരിട്ട് ജമിയത്തുൽ മുദരിസീൻ്റെ കീഴിലുള്ള നല്ല ദർസുകളുണ്ട്. അതോടൊപ്പം തന്നെ നല്ല അറബി കോളേജുകൾ. ഇപ്പോൾ ജാമിയ നൂരിയയുടെ ജൂനിയർ കോളേജ് നല്ലൊരു സംവിധാനമുണ്ട്. ജാമിയ നൂരിയ സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമാണ്. അതിൻ്റെ ജൂനിയർ കോളേജ് തത്തുല്യമായ ഒരുപാട് സ്കീമുകൾ സമസ്തയുടെ കീഴിൽ തന്നെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം SSLC പാസ്സായി കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ പഴയ ദർസ് പോലെയല്ല, 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് നേടാൻ പറ്റിയ ദർസുകളുണ്ട്. അതുപോലെ തന്നെ ജാമിയ ജൂനിയർ കോളേജ് പോലെയുള്ള സ്കീമുകളുണ്ട്. അങ്ങനെയുള്ള ദാറുദ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതുപോലെ കുട്ടികൾക്ക് മദ്രസ കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഊന്നൽ നൽകുന്നത്. ഇപ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് സ്പേസ് ഇല്ലാത്ത ഒന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ആൺകുട്ടികൾക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യം നമ്മൾ കാണുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് SNEC വന്നു. SNEC വന്നതോടുകൂടി അങ്ങനൊരു വ്യവസ്ഥാപിതമായ സംവിധാനം ഉള്ള സ്ഥിതിക്ക് ഇനി വേറെ ആവശ്യമില്ലല്ലോ. ഈ വർഷം ഇപ്പോൾ കുട്ടികൾ SSLC ഒക്കെ എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുള്ള ഫാദില സംവിധാനങ്ങളൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ടാകും, അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ടാകും. 2 കൂട്ടരോടായിട്ട് എന്താണ് പറയാനുള്ളത്? അത് കഴിഞ്ഞ മീറ്റിങ്ങിൽ വിശദമായി നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനു വേണ്ടി ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ഫാദില പ്രചരണ സംവിധാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പറയും, അദ്ദേഹത്തിന് അറിയാം ആ കാര്യത്തെക്കുറിച്ച്. അതെ, അത് കുറെ കൂടെ നമ്മൾ സമൂഹത്തെ ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. നമ്മളെ കുട്ടികൾ ഇങ്ങനെ ഒരു അല്ലാതെ അങ്ങനെ ഈ കലാലയങ്ങളിലേക്കൊക്കെ പോയിട്ട് അത് മോശമാണെന്നല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതേ സമയത്ത് നമുക്ക് അതോടൊപ്പം തന്നെ ഇവിടെ മതപഠനവും കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മളോട് വേറെ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പം ഇതിലേക്ക് രക്ഷിതാക്കളുടെ ശ്രദ്ധ നമ്മൾ കൂടുതൽ ക്ഷണിക്കുകയും അവരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുകയും കുട്ടികളെയും കൂടി ബോധവാന്മാരാക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംഹിതകൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മളതിന് വേണ്ടിയിട്ട് മുഫത്തിസ്മാർ മുഖേനയും അതുപോലെ മുഅല്ലിമീങ്ങൾ മുഖേനയും ഒക്കെയുള്ള പ്രചാര പരിപാടികൾ നടത്തുകയാണ്. അപ്പം എന്ത് തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യം രക്ഷിതാക്കൾ ഇക്കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അവരുടെ തന്നെ വിജയത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ CSWCക്ക് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടല്ല, സാമ്പത്തികമായിട്ടോ മറ്റോ എന്തെങ്കിലും നിലക്കുള്ള നേട്ടം അല്ല. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും ഇതുകൊണ്ട് വലിയ എന്തെങ്കിലും മെച്ചമൊന്നും ഉണ്ടാവുന്ന ഒരു കേവല സേവനം എന്നുള്ള നിലക്ക് തന്നെയാണ്, ദീനീ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലക്ക് തന്നെയാണ് എല്ലാവരും ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കൂടുതൽ രക്ഷിതാക്കൾ ആകർഷകരായിട്ട് കടന്നു വരുമ്പോൾ ഇത് കൂടുതൽ പുരോഗതി പ്രാപിക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു പ്രധാന പോയിന്റ് പറയാനുള്ളത്, രക്ഷിതാക്കളാണ് ഈ വിഷയത്തിൽ കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പഠിക്കാൻ ഇഷ്ടംപോലെ സംവിധാനമുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ തന്നെ പല സംവിധാനമുണ്ട്. പക്ഷേ ആദർശാധിഷ്ഠിത പഠനമായിരുന്നു. അഖിലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണകോണിൽ നിന്നും വ്യതിരിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് സമത്വയുടെ സ്ഥാപനത്തിൽ പഠിക്കണം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഈ കുട്ടി പഠിച്ചത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. വിവരം ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. ഒന്നതാണ്. 2, സമസ്തയുടെ കീഴിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഈ കുട്ടിക്ക് കിട്ടുമ്പോൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അത് ഒരു ബിരുദ സർട്ടിഫിക്കറ്റ്, ഇതൊരു ബറക്കത്തിന്റെ സർട്ടിഫിക്കറ്റ് കൂടിയാണ്. വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇക്കാലഘട്ടത്തിലെ നേതാക്കൾ ബറക്കത്തോടു കൂടി നൽകുന്നൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ജീവിതത്തിൽ ബറക്കത്ത്, ആദർശം, ഇത് രണ്ടും ഇതിലൂടെ കിട്ടും. അത് വേറെ ഏത് സ്കീമിൽ പോയാലും കിട്ടുന്നില്ല. ആ ഒരു ബോധം നമ്മുടെ രക്ഷിതാക്കളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് കുട്ടികളെ ചേർക്കണമെന്നുള്ള താല്പര്യം ജനിക്കും. ആ ഒരു ബോധം രക്ഷിതാക്കളിൽ ഉണ്ടാക്കുകയാണ് ശരിക്കും ഇപ്പോൾ ഓരോ കോളേജ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുടെയും അവിടുത്തെ അധ്യാപകരുടെയും പ്രത്യേകിച്ച് പ്രിൻസിപ്പൾമാരടക്കമുള്ള ആളുകളുടെയും ഒക്കെ ഡ്യൂട്ടി. അതുപോലെ ഇതിൽ നിന്ന് പഠിച്ച് പുറത്ത് പോകുന്ന കുട്ടികളുണ്ടല്ലോ, നമ്മൾ ഡിഗ്രിയൊക്കെ നേടിപ്പോകുന്ന കുട്ടികൾ, ഫതിലും നേടിപ്പോകുന്ന കുട്ടികൾ, അവരൊക്കെ ചെയ്യേണ്ടത് ഈ സ്കീമിനെ പരിചയപ്പെടുത്തലാണ്. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ആളുകൾക്ക് ഇത് ബോധ്യം ഉണ്ടാവുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയാനുള്ള കാര്യം, ഒരു മരണ വീട്ടിൽ നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ പ്രത്യേകമായ പെരുമാറ്റവും നിങ്ങളുടെ വസ്ത്രധാരണ രീതിയും നിങ്ങളുടെ ആ ഒരു മയ്യത്തിന് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ല ഇമാമത്ത് ഏൽക്കുകയാണെങ്കിൽ നിങ്ങളെ കണ്ട് മറ്റുള്ള ഈ കുട്ടി എവിടെ പഠിച്ചു, എവിടുന്ന് ഈ കുട്ടിക്ക് ഈ ക്വാളിറ്റി കിട്ടി എന്ന് ചോദിക്കത്തക്ക വിധത്തിലുള്ള ഒരു പെരുമാറ്റം നിങ്ങളെ കയ്യിൽ നിന്നുണ്ടായാൽ അതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രചാരണം. മയ്യത്ത് സംസ്കരണം പോലുള്ള സംഗതികളൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ ഡമ്മി ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ അതുകൂടെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാനും നമ്മുടെ സിസ്റ്റത്തിലൂടെ പഠിച്ചു വരുന്ന
കുട്ടികൾക്ക് സാധിക്കുന്നുള്ളതും അതുപോലെ പൊതുവിൽ ഒരു ദീനിയായിട്ട് നേതൃത്വം നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്കിടയിൽ സ്ത്രീകൾക്കിടയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇതിനൊക്കെ പുറമെ സാധിക്കും. ഡിഗ്രി ഒക്കെ നേടുന്നതിനോടൊപ്പം തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലുപരിയായിട്ട് അവർക്ക് ഈ ഒരു സംഗതി ഇപ്പം നമ്മൾ കഴിഞ്ഞ സംസ്ഥയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ദായിയാത്തിന് സമർപ്പിച്ചു. അവരൊക്കെ വെച്ചാൽ വളരെ സുദീർഘമായ രൂപത്തിൽ പ്രവർത്തിക്കുകയാണ്. പല മേഖലകളായിട്ട് പ്രവർത്തിക്കണം, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രൂപരേഖയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ നമ്മൾ കൂടുതൽ വിപുലീകരിച്ച് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇതിന് ഉപരിയായിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളുമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച പല കുട്ടികൾ ഉയർന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ജാമിയ മില്ലിയിലൊക്കെ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ അവർ എഴുതി തയ്യാറാക്കിയ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഒരു സാധാരണ ഒരു ഗവൺമെന്റ് കോളേജിലോ പ്രൈവറ്റ് കോളേജിലോ ഒരു കുട്ടി അംഗീകാരമുള്ള സർക്കാർ കോളേജിൽ കുട്ടിക്ക് എന്തൊക്കെ കഴിവ് മികച്ചതുണ്ടോ അതേ കഴിവ് കൂടി വികസിപ്പിച്ചെടുത്തതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഒരുപാട് വിദ്യാഭ്യാസ ദീനിയായിക്കൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നേടാൻ കഴിയും. എന്താണ് അപ്പോൾ അതിലുപരി ഇപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ ട്രാൻസ്ലേഷൻ കോഴ്സ് ഇംഗ്ലീഷ് ടു അറബിക്, അറബിക് ടു ഇംഗ്ലീഷ് നന്നായി കുട്ടി കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ വർക്ക് അറ്റ് ഹോം ചെയ്യാൻ പറ്റിയ കുട്ടിക്ക് ഗൾഫിലുള്ള കമ്പനികളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് കുട്ടിക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അറബിയിൽ നിന്നൊരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അയച്ചു കൊടുത്തിട്ട് അവർക്ക് കാശ് വാങ്ങാവുന്നതാണ്. ആ രീതിയിൽ കുട്ടികൾക്ക് തൊഴിലും കൂടി ലഭിക്കത്തക്ക വിധമുള്ളൊരു സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് സമസ്തക്ക് ഒരുപാട് സംവിധാനങ്ങളില്ലേ, അൽബിറുണ്ട്, അസ്മിയുണ്ട്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സമസ്തയുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഈ കുട്ടിക്ക് ഒരു അധ്യാപികയായി ചേരുന്നതിൻ്റെ അതിൻ്റെ ട്രെയിനിങ് കൂടി കഴിയുമ്പോൾ ഈ സ്കില്ല് വെച്ചിട്ട് ആ കുട്ടിക്ക് ഒരു തൊഴിലുമായില്ലേ, നഴ്സറിയിൽ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് പിന്നെ പ്രത്യേകമായിട്ട് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഫലീലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് നേടിയെടുക്കുന്ന സംഗതിയാണ്. ഒന്ന് ടെക്നിക്കൽ സ്കിൽസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം അതുണ്ട്. അതിൽ അവർക്ക് പല കോഴ്സുകളും അതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് അവർ പഠിക്കുകയും അതിൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതിന് പുറമെ അങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സ് കുട്ടികൾ ഈ ഫലീലയിൽ പൂർത്തിയാക്കിയിരിക്കണം എന്നുകൂടി ഒരു നിബന്ധന കൂടി നമ്മൾ നോക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്കിൽസ് കൂടി അവർക്ക് ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ പേരിൽ നമ്മൾ ഗ്രേസ് മാർക്കും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ടെക്നിക്കൽ ഈ സ്കിൽസ് മാത്രമല്ല, ടെക്നിക്കൽ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ വീഡിയോഗ്രാഫി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഓൺലൈനിൽ കൂടെ അവർക്ക് പിന്നെ കോഴ്സ് തന്നെ കൊടുക്കും, പ്രോഗ്രാം തന്നെ കൊടുക്കുകയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അവർക്ക് ഇൻകം ഏൺ ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കും. അപ്പോൾ കുടുംബത്തിന് സപ്പോർട്ട് കൂടി സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിന് പുറമെ പിന്നെ ട്രെയിനിങ് ആൻഡ് ടീച്ചിങ് കോഴ്സുകൾ അത് ഇതിന് പുറമേ ഉണ്ട്. അപ്പോൾ അതിൽ പിന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏരിയ ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിക് റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, 4 സെക്ടറുകളിലായിട്ട് നമ്മൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഓരോ കുട്ടിയും ഫലീലിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ഇതിലൂടെ ഓൺലൈനായിട്ട് ഇതിനൊക്കെ പുറമെ കുട്ടികൾ സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവും, ഈ പറഞ്ഞ സംഗതികളിലൊക്കെ അവർക്ക് പ്രാവീണ്യം നേടാൻ വേണ്ടി സാധിക്കും. അവർക്ക് പുറത്ത് പോയിട്ടാണെങ്കിലും വീട്ടിലിരുന്നു കൊണ്ടായാലും അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫലീല കോഴ്സിൽ തന്നെ അതിൽ അഡീഷണൽ ആയിട്ട് മാർക്ക് നേടാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പം അങ്ങനെ അവരെ വളരെ നല്ല രീതിയിൽ അവരെ വൊക്കേഷണലായിട്ട് കൂടി അവരെ സൗന്ദര്യാപ്തരാക്കുന്ന രൂപത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഈ സംവിധാനം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവന്ന സംസ്ഥ അല്ലേ. ഈ ഒരു സംസ്ഥയിലേക്ക് തീർച്ചയായിട്ടും കുട്ടികൾ വരണമെങ്കിൽ രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. എന്താണ് ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കളോടായിട്ട് പറയാനുള്ളത്? എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഇന്നിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നു. ഏറ്റവും പുതിയൊരു ഇഷ്യൂ പറഞ്ഞാൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധമായി ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാം. പ്രമുഖനായ ഒരു ചിന്തകൻ, ബുദ്ധിജീവി, അയാൾ പറഞ്ഞ അഭിപ്രായം, ഏത് ഡെന്റൽ കോളേജ് ആണെങ്കിലും ഏത് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഇനി പ്രൊഫഷണൽ കോളേജ് ഉയർന്ന പഠനമാണെങ്കിലും അവിടെയൊക്കെ അവർ ഉദ്ദേശിക്കുന്ന ആ കോഴ്സിന് പുറമെ ധാർമ്മികമായ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ് എന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എത്ര വലിയ വിദ്യാഭ്യാസം ഒരു കുട്ടി നേടുകയാണെങ്കിലും ആ വിദ്യാഭ്യാസം കുട്ടി നേടുന്ന സന്ദർഭത്തിൽ ആ കുട്ടിക്ക് ധാർമ്മികമായ പഠനം അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ രക്ഷിതാക്കളോട് പറയാനുള്ള കാര്യം അതാണ്. നിങ്ങളെ കുട്ടി എത്ര വലിയ ഡിഗ്രിയോ PGയോ അതിലപ്പുറമോ നേടിയാൽ മതപരമായ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ധാർമ്മികത എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മതപരമായ പഠനമാണ്, അത് ഈ കുട്ടിക്ക് നൽകണം. അവിടെ എനിക്ക് രക്ഷിതാക്കളോട് അവസാനമായി പറയാനുള്ളത്, നിങ്ങൾക്ക്
സമസ്തയുടെ CSWCയുടെ സംവിധാനത്തെ വിശ്വസിക്കാം. 2 കാരണത്താൽ. ഒന്ന്, നിങ്ങളെ കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസം ഒഫീഷ്യലായിട്ട് തന്നെ ലഭിക്കും, അംഗീകാരമുണ്ട്. 2, മതവിദ്യാഭ്യാസം നിങ്ങളെ കുട്ടിക്ക് ലഭിക്കും. ഇത് ആധുനികതയോട് താതാത്മ്യം പ്രാപിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയില്ല, നമ്മുടെ അക്കാദമിക് ചെയർമാൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് അനുഭവം ധാരാളമുള്ള പരിണത പ്രജ്ഞനാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി പ്രവർത്തിച്ച ആളാണ്. അപ്പൊ അയാൾക്ക് ഈ വിദ്യാഭ്യാസം എങ്ങനെ നല്ല രീതിയിൽ താഴെ തട്ടിലേക്ക് എത്തിക്കാമെന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാത്രമല്ല, അനുഭവമുണ്ട്. അനുഭവവും കാഴ്ചപ്പാടും. മറ്റൊന്ന്, അയാൾ ഒരു അക്കാഡമിഷ്യനായി പുറത്തുനിന്ന് വന്ന ആളല്ല. ഈ സമസ്തയിൽ തന്നെ കുടുംബപരമായും അതുപോലെ തന്നെ ആദർശപരമായും സമസ്തയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പിതാവാണല്ലോ വിദ്യാഭ്യാസ ബോർഡിന്റെ അസ്ഥിവാരം ശരിക്കും അലകും പിടിയുമാക്കിയത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ഇതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഏത് രക്ഷിതാവിനും തന്റെ കുട്ടിയെ വിശ്വസിച്ച് ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാം. ഇതിനുവേണ്ടി ചേളാരിയിൽ നമ്മൾ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഒരു ഓഫീസ്, അല്ലെങ്കിൽ ജീവനക്കാർ, അനുബന്ധ സംവിധാനം. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന മറ്റൊരാൾ, ഇതിന്റെ ചെയർമാൻ, കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫക്കീഹായ വലിയ പണ്ഡിതനായ MT ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കൃത്യമായി നമ്മുടെ സമൂഹത്തിന് മതബോധം ലഭിക്കണം, ആ കൂട്ടത്തിൽ ഭൗതിക വിദ്യയും വേണമെന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഞാൻ എപ്പോഴും തമാശക്ക് പല യോഗങ്ങളും പറയാറുണ്ട്, ഇതിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് MT ഉസ്താദാണ്, മതപരമായി വളരെ ഉയർത്തി നിൽക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നതിന്റെ അക്കാദമിക് ചെയർമാൻ വിദ്യാഭ്യാസപരമായി ഭൗതിക കാഴ്ചപ്പാടിൽ അങ്ങേയറ്റമുള്ള ആളാണ്. ഇത് രണ്ടും കൂട്ടിമുട്ടിയാൽ ഒരു പ്രശ്നം കൂടെ വരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് യോജിച്ചു പോകുമ്പോൾ നിങ്ങൾ ഇതിൽ വിശ്വസിച്ച് ചേരും. ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കുന്ന കാര്യമാണ് ഇപ്പം പറയുന്നത്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു തരും. ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം, ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് ഫളീല കോളേജ് കമ്മിറ്റികളാണ്. എന്താണ് കോളേജിലെ ഉസ്താദുമാരോട് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾമാരോട് ഇത് കൊണ്ടു നടക്കുന്ന മഹല്ല് കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ പ്രാദേശിക കമ്മിറ്റിക്കാർ, എന്താണ് അവരോടൊക്കെ ഈ സംവിധാനത്തെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരോട് പറയാനുള്ള അവർ കുറെ കൂടി ഗൗരവബോധം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. മഹത്തായൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് മാനേജ്മെന്റും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികമാരും അധ്യാപകരും ഒക്കെ വളരെയധികം മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ വരുന്നു പോകുന്നു അങ്ങനെ ഉള്ള ഒരു രീതിയിലല്ലല്ലോ ഇതിനെ കാണേണ്ടത്. കുട്ടികളെ സമൂലം മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പോൾ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് അവരും ഇതൊക്കെ മാനസികമായിട്ട് ഉൾക്കൊള്ളുകയും നിരന്തരമായിട്ട് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവരിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ അധ്യാപകർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രിൻസിപ്പൽ അയാളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ഈ മാനേജ്മെന്റ് അതിനെക്കുറിച്ചൊക്കെ ജാഗരൂകരായിരിക്കുകയും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് വലിയ ഒരു വിജയകരമായിട്ടുള്ള പദ്ധതിയായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് അവരോടൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഉണർത്താനുള്ളത്.